വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ്. ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വിരവി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3 വിസിലെങ്കിലും മതിയാവും. അപ്പോഴത്തേക്ക് ബീഫ് നല്ല വെന്ത് പാകമായിട്ട് ഇരിപ്പുണ്ടാവും. അങ്ങനെ ബീഫ് നല്ല വെന്തിട്ടുണ്ട്. അതിൻ്റെ കൊഴുപ്പൊക്കെ ഇറങ്ങി ജ്യൂസിയൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊരു കടായിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് വറ്റി അതിൽ പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ബീഫ് എല്ലാം വറ്റി നല്ല പാകമായിട്ടുണ്ട്. അതിലെ ജ്യൂസൊക്കെ അതിൽ നല്ല വറ്റി പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത ശേഷം മാത്രമേ നമുക്ക് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബീഫ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണ്ടെയ്നറിലാക്കി ഒന്ന് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് കറി വയ്ക്കാനൊക്കെ ഇതിൽ നിന്നെടുത്ത് കറി വെച്ച് ഈസി ആയിട്ട് നമ്മുടെ ജോലി കഴിയും. അതുപോലെ തന്നെ പാസ്തയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫ് എടുത്ത് പാസ്തയ്ക്ക് മസാല ഉണ്ടാക്കാനായിട്ട് മതിയാവും. അങ്ങനെ 3 കണ്ടെയ്നറിലായിട്ടാണ് ഞാൻ ഇത് ബീഫ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.